അപ്പൊ സംഘടനയ്ക്ക് ഞാൻ ഉൾപ്പെടെ ഉള്ളവര് എല്ലാവരും അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോ സംഘടനയിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു അഭിപ്രായത്തോട് എനിക്ക് ഒരു സമരത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സംഘടനയിലെ മജോറിറ്റി ആളുകൾ പറയുകയാണ് നമുക്ക് ഒരു സമരത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനൊപ്പം തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ പക്ഷേ സംഘടനയ്ക്കുള്ളിലുള്ള അംഗങ്ങളിൽ ഏകാഭിപ്രായം വരുന്ന കാര്യങ്ങളാണല്ലോ ഒരു വൈസ് പ്രസിഡന്റ് ആണെങ്കിലും അത് പറയേണ്ടതുള്ളൂ. അതല്ലാതൊരു കാരണം ഇപ്പൊ ലിസ്റ്റിനത് മാറ്റി പറയേണ്ട കാര്യം ഞാൻ മാറ്റിയല്ലോ അല്ല. ഒരു സെക്കൻഡ്, നിങ്ങൾ എന്റെ അഭിപ്രായമാണ് ചോദിച്ചത് അല്ലെ? സംഘടനയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്റെ ഒരു അഭിപ്രായം സമരത്തോട് ലിസ്റ്റിന് അനുകൂലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരത്തോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. സംഘടനയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ 100% സംഘടനയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ സംഘടനയിൽ നിന്ന് പല ആനുകൂല്യങ്ങളും കൈപ്പറ്റിയ ആളാണ്. എനിക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേനും സംഘടനയാണ് എന്റെ ഒപ്പം ഉള്ളത്. ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പോയി എനിക്ക് പല പ്രശ്നങ്ങളും തീർക്കാനായിട്ട് സാധിക്കത്തില്ല. സജീവമായി നിർമ്മാണ മേഖലയിലും സിനിമ റിലീസാകാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ലിസ്റ്റിനും ആന്റണി പെരുമ്പാവൂരൊക്കെ. ഇവരൊന്നും സമരത്തിന് അനുകൂലിക്കുന്നത്. അപ്പൊ ഈ സിനിമ ചെയ്യാത്ത ആളുകളാണോ സമരത്തിന് അനുകൂലിക്കുന്നത്? അല്ല, ഒരു സെക്കൻഡ്. ഇപ്പൊ സിനിമ, ഞാൻ അത് തന്നെയാണ് പറയുന്നത്. സിനിമ ഇപ്പോ സുരേഷ് കുമാർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിച്ചിട്ടുള്ള ആളാണ്. ലാസ്റ്റ് സുരേഷ് ഏട്ടൻ നിർമ്മിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് വാശി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം 2022 നിർമ്മിച്ച ആളാണ്. ടൊവിനോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹീറോയാണ് അതിനകത്തെ നായകൻ. കീർത്തി സുരേഷാണ് നായിക. സിയാദ് കോക്കർ മാലിന്യം ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വർഷം നിർമ്മിച്ച സിനിമയാണ്. ദേവദൂതൻ റിലീസ് ചെയ്തു. കുറി എന്ന് പറയുന്ന ഒരു പടം നിർമ്മാണം ചെയ്തു. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് പഴയ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോഴും പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലേ? അവർ പടം ചെയ്യാത്ത പ്രൊഡ്യൂസേഴ്സ് ആണോ? അല്ലല്ലോ. നിലവിൽ പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ് സിയാദ് കോക്കറോ സുരേഷ് കുമാർ അല്ല. ഞങ്ങളുടെ സജീവ മെമ്പറാണ്, ഞങ്ങളുടെ സീനിയർ മെമ്പറാണ്. നമ്മൾ ബഹുമാനിക്കുന്ന മെമ്പേഴ്സ് ആണ് അവര്. നമ്മൾ അവർക്കൊപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ ഞാൻ എന്ന വ്യക്തിയേക്കാൾ കൂടുതൽ ഞാൻ എത്രയാണോ ഈ അസോസിയേഷന് വേണ്ടപ്പെട്ടത് അതിൽ കൂടുതൽ വേണ്ടപ്പെട്ട ആൾ തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിയായിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിച്ചാണ്. 100% അസോസിയേഷനൊപ്പം തന്നെയാണ്. ഞങ്ങൾക്ക് തർക്കമല്ല. ഈ വാദങ്ങളൊക്കെ ഉന്നയിച്ചത് തന്നെയാണ്. ജൂൺ സമരം സംഘടന പറഞ്ഞു, ലിസ്റ്റിനെ അനുവദിക്കുന്നില്ല പറഞ്ഞു. ഇത് തന്നെയാണ് ആന്റണി പെരുമ്പാവൂരും പറഞ്ഞത്. ഈ സമരം ഗുണകരമാവില്ല എന്ന് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ആ ആന്റണി പെരുമ്പാവൂരാണ് സംഘടന തള്ളിക്കളഞ്ഞത്. അല്ല ദിനു, ഞാൻ പറയുന്നത് അതായത് പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു. ഞാൻ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ടൈമുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ സമയമുണ്ട്. ഇപ്പൊ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ലേ അത് ഒരു കുറെ സമയം എടുത്ത് മാറ്റി വെച്ചിട്ട് വെച്ചേക്കുന്നത്. അത് പ്രഖ്യാപനത്തിന്റെ ആവശ്യമുണ്ടോ? അല്ലല്ല, ഒരു കാര്യം ആരെങ്കിലും ഭയപ്പെടുത്താനാണോ? അല്ലല്ല, തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്? അതൊന്നും പറഞ്ഞു. അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. അങ്ങനത്തെ ഉള്ള ആളുകളെ മാത്രം ഇതിന്റെ നേതൃസ്ഥാനത്ത് ഇരുത്താം. ഇങ്ങനത്തെ പ്രഖ്യാപനങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഒന്നും ഉന്നയിക്കാത്ത, ആർക്കും വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പോലും തെറ്റിദ്ധാരണ രീതിയിൽ ആ രീതിയിൽ പോലും വരുത്താത്ത രീതിയിലുള്ള ആൾക്കാരെ ഇതിന്റെ നേതൃസ്ഥാനത്ത് ഇരുത്താം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്കൊക്കെ പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടന്നു പോകണമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മൾ സിനിമേനെ 100% ഡിപ്പെൻഡ് ചെയ്ത് സിനിമയാണ് നമ്മുടെ 100% ബിസിനസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന, അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പൊ തീർച്ചയായിട്ടും സംഘടന നമുക്ക് ആവശ്യമാണ്. അതിനകത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കഷനിലൂടെ തന്നെ പോകുന്ന കാര്യങ്ങളാണ്. ഈ ജനുവരിയിലെ വന്ന സിനിമകളുടെ കണക്ക് പുറത്തുവിട്ടു. എത്ര നേടി, എത്ര നഷ്ടം സംഭവിച്ച കണക്ക് നിർമ്മാണം പുറത്തുവിട്ടു. ആ പുറത്തുവിട്ട രീതി അത് ഇനിയിപ്പോ അടുത്ത മാസം വേണമെങ്കിൽ തുടരും എന്നുള്ളതാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. അത് ലിസ്റ്റ് യോജിക്കുന്നുണ്ട്. അത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്. നമ്മുടെ അംഗങ്ങൾ കൂടുതൽ പേര് ഇത് പറഞ്ഞു. ഇത് അറിയണം, ഇവരോട് അറിയണം. ഇവരറിഞ്ഞില്ല എന്ന് ഇവര് നടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ടിട്ട് ഞങ്ങൾക്കൊക്കെ തയ്യാറാണ്. ഞങ്ങളുടെ പടങ്ങളിലെ റിസൾട്ട് പുറത്തു വിട്ടു. ഞാൻ പറയുമ്പോൾ മജോറിറ്റി പറയുന്നു പുറത്തു വിട്ടു എന്ന് പറയുമ്പോൾ മൈനോറിറ്റി പറയുവാണ്. അതിനോട് ചിലപ്പോൾ, അതായത് വലിയ റിസ്ക് എടുക്കുന്നവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവത്തില്ല. ചില കാര്യങ്ങളോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ മജോറിറ്റി പറയുവാണ് ഞങ്ങളൊക്കെ ഇത്രയും നഷ്ടപ്പെട്ടവരാണ്, ഞങ്ങൾക്കൊന്നും ബിസിനസ് നടക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് ഇത്രേ വന്നുള്ളൂ, എന്നിട്ട് എന്തിനാണ് ഇവരൊക്കെ ഇത്ര ചാർജ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ നേതൃത്വ സ്ഥാനത്ത് ആരൊക്കെ ഇരിക്കുന്നതോ അവരത് പറയാനായിട്ട് ബാധ്യസ്ഥരായി പോവുകയാണ്. അതാണ് മനസ്സിലാക്കാത്തത്. 100% ഉണ്ട്.
100% താരങ്ങളല്ല, അതിൻ്റെ അകത്ത് എ ഗ്രേഡ് ആയിക്കോട്ടെ ബി ഗ്രേഡ് ആയിക്കോട്ടെ താരങ്ങളുടെ ശമ്പളം ഈവൻ കുറയ്ക്കണം. അവർക്ക് സിനിമകൾ നിർമ്മിക്കാം, അവർക്ക് തന്നെ ഇവ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം, അവർക്ക് തിയേറ്ററിൽ തന്നെ അവർക്ക് വാങ്ങിക്കാം, അവർക്ക് പ്രദർശനം നടത്തും. ഇതിലൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. നമ്മളൊരു ഒരു 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 പ്രസ്ഥാനമായിട്ട് ഇവൻ ഇരിക്കുമ്പോൾ, സിനിമാ നിർമ്മാതാവായിട്ട് ഇവൻ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാമല്ലോ. പക്ഷെ പല നടന്മാരും നിർമ്മാതാക്കളാണ്. അപ്പൊ അങ്ങനെ ഓരോ ആളുകൾ ഈ സമരത്തെ അനുകൂലിക്കാൻ, ഇന്നലെ അമ്മയുടെ ഭാഗത്ത് നിന്ന് ജയൻ ചേർത്തല പറഞ്ഞു, അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ഈ സമരത്തെ അനുകൂലിക്കാതെ അത്തരം സിനിമകളുമായിട്ട് അവർ മുന്നോട്ട് പോയാൽ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതെ സുരേഷ് കുമാർ പറഞ്ഞു. അതിനെ യോജിക്കുന്നുണ്ടോ? അല്ല, ഒരു മിനിറ്റ്. അതായത് അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞെന്നുള്ള എന്താണ്? അതായത് അമ്മയിൽപ്പെട്ട ആളുകൾ സ്വയം സിനിമ നിർമ്മിക്കുകയും അവർ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് അത് അതിനോട് തിയേറ്റർ സിനിമ, അതായത് സിനിമ നിർമ്മാതാക്കൾക്കൊപ്പം നിൽക്കുന്നു, സംഘടനയ്ക്കൊപ്പം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സംഘടനയ്ക്കൊപ്പം അവരും ഈ ആവശ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അല്ലാതെ സിനിമ തിയേറ്ററിൽ എത്തുന്ന സാധനം അവർ കളിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ലില്ല. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ, അല്ല ഒരു മിനിറ്റ്, താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ അവർ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കൊന്ന് കാട്ടി തന്നെ. അല്ല, അതാണ് എനിക്കൊന്ന് കാട്ടി തന്നത്. താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമ എന്താണ്? അങ്ങനെ താരങ്ങൾ സിനിമ നിർമ്മിക്കുകയും ഈ സമരത്തെ ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ എന്താ പറയുക വരികയും ചെയ്താൽ അത്തരം സിനിമകൾ പ്രദർശിപ്പിക്കില്ല, തിയേറ്റർ ഞങ്ങൾക്ക് ഞാനത് കേട്ടില്ല. കാരണം താരങ്ങൾ നിർമ്മിക്കുന്ന സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്ന് ഞാനത് കേട്ടിട്ടില്ല. അല്ല, എന്തു ആയിക്കട്ടെ. ഇപ്പൊ ഈ കാര്യങ്ങളൊപ്പം തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ താരങ്ങൾ പൈസ കുറയ്ക്കണം എന്ന് പറഞ്ഞു. സംഘടനയിൽ നിന്ന് ആ ഡയറക്ടർക്ക് എതിരെ വന്നിട്ട് കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചില അവരുടെ ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് എല്ലാം ആ പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും ആ FFK എന്നുള്ള ആളുകളെയും വിളിച്ചിട്ട് ചർച്ച നടത്തി ആ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ ആരംഭിച്ചത്. അല്ലാതെ ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയല്ല ഞാൻ ആ സംവിധായകന്റെ പടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച്, നിങ്ങൾക്ക് ആ നിർമ്മാതാവ് ആരാന്നറിയാലോ, ആ നിർമ്മാതാവിനോട് വിളിച്ചു ചോദിക്കും. ആ നിർമ്മാതാവ് സംഘടനയിൽ വന്നതാണ്. ആ നിർമ്മാതാവിന്റെ ഇഷ്യൂസ് പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയത്. ലിസ്റ്റിനെ അത് പരിഹരിച്ചെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ആ ഡയറക്ടറിനെതിരെ പറയുന്നത് ശരിയാണോ? ആ പ്രശ്നമൊക്കെ പരിഹരിച്ചാണെങ്കിൽ പറയണ്ടേ? അപ്പൊ ആ ഡയറക്ടറിന്റെ സ്ഥാനം ഡയറക്ടറിന് വലിയ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായെന്നുള്ളതും അലി എന്നോട് ചോദിച്ചത് എന്താണ്, ആ സംവിധായകനൊപ്പം ലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു സെക്കൻഡിൽ ആ ഒരു വിഷയം ഉള്ളത് അത് സംഘടനയ്ക്കകത്താണ് പറഞ്ഞു മനസ്സിലായി. ആ സംഘടനയില് ആ ഇഷ്യൂ, ആ പ്രോബ്ലംസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തു. ഈ ആൾക്കെതിരെ എന്ത് പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സംവിധായകനൊപ്പം വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഒരു ബാൻ ചെയ്ത സംവിധായകനൊപ്പം അല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ സംഘടന എന്നോട് പറഞ്ഞിട്ടില്ല ഈ സംവിധായകനൊപ്പം നിർമ്മിക്കരുതെന്ന് എന്നോട് സംഘടന പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിരുന്നു എങ്കിൽ ഞാൻ ആ സംവിധായകനൊപ്പം പടം വർക്ക് ചെയ്യത്തില്ല. 100% ഉറപ്പാണ്. അങ്ങനെ ആ സംഘടന എന്നോട് FFK ആയിക്കോട്ടെ അല്ലെങ്കിൽ വന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയിക്കോട്ടെ എന്നോട് പറഞ്ഞിട്ടില്ല. ആ പ്രശ്നം തീർന്നു. പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് അതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ആൾക്ക് ടെക്നീഷ്യൻസിനൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. പിന്നെ ഡയറക്ടർ പൈസ കൊടുത്തു. പിന്നെ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരു വേറൊരു ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം ധാരണ ആയതിനു ശേഷമാണ് ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോയത്. 100 കോടി ക്ലബ് കയറിയ സിനിമകളൊക്കെ ഈ സുരേഷ് കുമാർ പരിഹസിച്ചു. അല്ല, അതെല്ലാം ഒരു ബിസിനസിന്റെ മാർക്ക് ഒരു ഇതാണല്ലോ. ഒരു പത്രക്കുറിപ്പിൽ എന്തോ ഒരു ഞാനിപ്പോ ഓർക്കും, മോഹൻലാലിനാണോ ഏതോ ഒരു ആർട്ടിസ്റ്റിന് വട്ടാണ് എന്നാണ് തലക്കെട്ട് വന്നേക്കുന്നത്. അത് വായിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. സിനിമ എന്നാൽ വട്ടാണ്, മനസ്സിലായോ? ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ആർട്ടിസ്റ്റിന് വട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിന്റെ ഡീറ്റെയിലിംഗ് വായിക്കുമ്പോഴാണ് പുള്ളിക്ക് സിനിമ എന്നാൽ ഭ്രാന്താണ്, അല്ലെ സിനിമ എന്നാൽ വട്ടാണ്. അതിന്റെ ഡീറ്റെയിലിംഗ് വായിക്കുമ്പോഴാണ് അറിയുന്നത്. ഇപ്പൊ എന്ന് പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സിനിമയുടെ ഒരു മെയിൻ ഘടകം. അതൊരു ഫെയിം ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് മാർക്കറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 100 കോടി രൂപ എന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 25 ദിവസം സിനിമ തിയേറ്ററിൽ ഓടിക്കൊണ്ടിട്ട് ഇരിക്കുമ്പോഴല്ല 25-ാം ദിവസത്തെ പോസ്റ്റർ ഒട്ടിക്കുന്നത്. 25 ദിവസം തിയേറ്ററിലാകുമ്പോൾ നമ്മൾ 35-ാമത്തെ ദിവസത്തെ പോസ്റ്ററാണ് ഒട്ടിക്കുന്നത്. അന്നിപെരുമാവർ പറഞ്ഞതെല്ലാം ശരിയാണ്, സുരേഷ് കുമാർ പറഞ്ഞതെല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനെയാണ് മനസ്സിലാകുന്നത്.
അങ്ങനെയാണ് അല്ല മനസ്സിലായത്. എങ്കിൽ എനിക്കൊന്നും അല്ല, പറയാനില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ലിസ്റ്റിന് ഏത് നിലപാടാണ് എടുക്കുന്നത്? അല്ല. പ്രൊഡ്യൂസർ അസോസിയേഷൻ നിലപാടാണ് എടുക്കുന്നത്, ആന്റണി പെരുമ്പാവൂർ വിമർശിച്ച ഞാൻ നിലപാടാണ്. പറഞ്ഞത് പ്രൊഡ്യൂസർ അസോസിയേഷനൊപ്പം തന്നെയാണ് 100% ഞാൻ പറയുന്നത്. ആന്റണി ചേട്ടന്റെ ഒരു വികാരം രേഖപ്പെടുത്തി ഫേസ്ബുക്കിൽ കൂടെ ഒരു വികാരം രേഖപ്പെടുത്തി. ആ വികാരം സംഘടന തള്ളിക്കളഞ്ഞു. ആ വികാരം സംഘടന തള്ളിക്കളഞ്ഞു. അല്ല, അങ്ങനെ ഒരു വികാരം അങ്ങനെ ഒരു ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഒരു ഇതിലൂടെ രേഖപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. ശരിക്കും ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ അത് ആദ്യം നമുക്കുള്ളിൽ സംഘടനയ്ക്കുള്ളിലാണ് അത് ചെയ്യേണ്ടത്. ഇപ്പൊ എത്രയോ ഇപ്പൊ ഷാലു പേയാട് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറെ ഇവർ എടുത്തു കളഞ്ഞില്ല. ഞാൻ പറയുന്നത് എല്ലാവരും ഒരു സെക്കൻഡ് രാഷ്ട്രീയത്തിൽ അല്ല ഒരു സെക്കൻഡ് അപ്പോഴും ഞാൻ എന്താ പറയുന്നത്, ഞാൻ സംഘടനയ്ക്ക് ഒപ്പാന്ന് പറയും. എന്റെ അല്ല ഒരു മിനിറ്റ്, വ്യക്തിപരമായ അഭിപ്രായത്തിന് എന്താണ് കുഴപ്പം? വ്യക്തിപരമായ ഒരു സെക്കൻഡ്, അതുകൊണ്ടിട്ടാണല്ലോ ഞാൻ ഇപ്പോഴും പറയുന്നത് ആന്റണി പെരുമ്പാവൂർ സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ്. ജൂൺ 1 തീയതി മുതൽ അല്ലെ ജൂൺ മാസം ഒരു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 100% ആന്റണി പെരുമ്പാവൂർ അതിനൊപ്പം തന്നെയാണ്, സംഘടനയ്ക്ക് ഒപ്പം തന്നെയാണ്. ആന്റണി പെരുമ്പാവൂർ എന്നേക്കാളും വേണ്ടപ്പെട്ട ആളാണ് സംഘടനയ്ക്ക് 100%. അതിന്റെ അകത്ത് യാതൊരു തർക്കവും ഇല്ല. അപ്പൊ ഈ ലിസ്റ്റിനെ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് വൈസ് പ്രസിഡന്റുമാർക്ക് മനസ്സിലാകാത്തത്? എന്താണ് ലിസ്റ്റിനെ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് വൈസ് പ്രസിഡന്റുമാർക്ക് മനസ്സിലാകാത്തത്? ഇപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു സ്കൂളില് ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഒരു എന്താ പറയാ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 10-40 പിള്ളേരുണ്ട്. എല്ലാവരും ഫസ്റ്റ് റാങ്കും 1ാം റാങ്കും 2ാം റാങ്കും 3ാം റാങ്കും വെച്ചിട്ടല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ചിലർക്ക് ഓരോരോ രീതിയിലായിരിക്കുമല്ലോ മനസ്സിലാവുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പൊ ഞങ്ങൾക്ക് ടീച്ചർ പഠിപ്പിച്ച ഒരു കാര്യമുള്ളൂ, ടീച്ചർ പഠിപ്പിച്ചത് ഒറ്റ കാര്യമുള്ളൂ, ഞങ്ങൾക്ക് സംഘടനയുടെ തീരുമാനം ഒറ്റ കാര്യമുള്ളൂ. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. ആന്റണി പെരുമ്പാവൂർ ഈ പരസ്യമായി പ്രതികരിച്ചു ശരിയല്ല താങ്കളൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ സംസാരിക്കുന്നത് തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയെന്നുള്ള നിലയിലാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ടുപേരെയും പറ്റി ഒരു ഇരുത്തിയിട്ട് ചർച്ച ചെയ്യാവുന്ന വിഷയം ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായി ഈ രണ്ടുപേരെയും നിർത്തി ചർച്ച ചെയ്യണം, നിങ്ങൾ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു കമന്റ് വന്നത് ശരിയായില്ല എന്നുള്ള ഒരു നീക്കമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തുനിന്നുണ്ടായി? ആന്റണി ചേട്ടനെ സംബന്ധിച്ച് ആന്റണി ചേട്ടൻ ഞാൻ ഇപ്പൊ എന്നോടോ അല്ലെ സംഘടനയോടോ ചോദിച്ചിട്ടല്ലോ ഫേസ്ബുക്കിൽ ഒരു സംഭവം ഇതിന് ഇട്ടിരിക്കുന്നത്, മനസ്സിലായി? അപ്പൊ ഇത് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട സാഹചര്യം വന്നത്. സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംസാരത്തിൽ തീരാവുന്ന കാര്യമാണ് ഉള്ളത്. അല്ലെങ്കിൽ ഒരു വികാരം, ഒരു സംഭവം, ഒരു റിസ്ക് എടുത്തിട്ടിരിക്കുന്ന ഒരാളിൽ എപ്പോഴും ഒരു ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന ഒരാളുടെ ഒരു ചിന്താഗതി ഒരു നോർമലായിട്ട് നിൽക്കുന്ന ഒരാളുടെ ചിന്താഗതിക്ക് സമമല്ല. അതുകൊണ്ടിട്ടാണ് ആ ആളുടെ അങ്ങനെയാണെങ്കിൽ ആന്റണി പെരുമ്പാവൂർ ചെയ്ത അച്ഛനൊക്കെ അങ്ങനെയല്ലേ? ഇന്നലെ സുരേഷ് കുമാർ പറഞ്ഞത് ആന്റണി പെരുമ്പാവൂർ ചെയ്ത അച്ഛനൊക്കെ അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. ആന്റണി ചേട്ടൻ ഒരു ഫേസ്ബുക്ക് അതാണ് ആന്റണി ചേട്ടൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ അത് ശരിയായില്ല എന്നുള്ള അർത്ഥത്തിലാണല്ലോ സംഘടന ഒരു ലെറ്റർ അദ്ദേഹത്തിന് അയച്ചത്. അത് അയച്ചല്ലോ, അതിന്റെ ഒരു ആവശ്യമില്ല. അല്ല ആന്റണി പെരുമ്പാവൂരെ തള്ളിയിട്ടുണ്ടോ? അല്ലല്ലോ, ഒരു സെക്കൻഡ്, അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ ആന്റണി ചേട്ടൻ അങ്ങനെ ഇപ്പൊ ഞാനാണ് അത് ചെയ്തതെങ്കിൽ എനിക്കെതിരെ അത് വരണ്ടേ? എനിക്കെതിരെ അത് വരണ്ടേ? നേരത്തെ സാന്ദ്ര തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ സംഘടനയുടെ അച്ചടക്കം ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞാണല്ലോ പിന്നീട് സാന്ദ്ര തോമസിനെ പുറത്താക്കുന്നത്. ഈ സാന്ദ്ര തോമസിന്റെ കാര്യം ഇതിന്റെ ഇടയിൽ എടുത്തിട്ടുണ്ട്. കാരണം സാന്ദ്ര തോമസിന്റെ കേസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടിട്ട് അത് ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സംസാരിക്കുന്ന ഈ ഒരു വിഷയം ഉണ്ടായതുകൊണ്ടിട്ട് മാത്രമാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇതിൽ ഞാനിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു വിടാനായിട്ട് ചെയ്തത്. കാരണം ഞാനൊരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഞാനൊരു അസോസിയേഷന്റെ പ്രസിഡന്റും ഒരു അസോസിയേഷന്റെ ട്രഷറർ എന്നുള്ള നിലയിലാണ് ഞാൻ വ്യക്തത കുറവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ചോദ്യം ഒന്ന് കൃത്യമായിട്ട് ഉന്നയിക്കണം. നേരത്തെ നിങ്ങൾ ചോദിച്ചാലും മറുപടി കൊടുത്താണ്. ആ ഈ സിനിമയുടെ ബജറ്റ് പുറത്തു വിട്ടു അല്ലെ? ടോവിനോടെ പേരെടുത്ത് പറഞ്ഞു, ഐഡന്റിറ്റി 30 കോടി രൂപയായി. 3 കോടി എന്ന് പറഞ്ഞു. ഒരു ആക്ടറുടെ പേരെടുത്ത് പറയുമ്പോൾ ഇപ്പൊ ലിസ്റ്റിന്റെ സിനിമ ഒരു ആക്ടറിന്റെ പേരെടുത്തു, ആ ആക്ടറിന് ഒരു വിലയുമില്ലാതെ സമൂഹത്തിലാവുന്നുണ്ട്. ഇല്ല ഈ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് ഇല്ല എന്ന് പറയണം. അതോടൊപ്പം തന്നെ താരങ്ങൾ നിർമ്മാതാവുന്നതിൽ എന്താണ് കുഴപ്പമില്ല? താരങ്ങൾ പൃഥ്വിരാജ് നിർമ്മാതാവാണ് അല്ലെ? ചാക്കോ ചെലപ്പ് താങ്കളുടെ നിർമ്മാതാവാണ്. അങ്ങനെ 26 കമ്പനി അമ്മയുടെ സംഘടനയുണ്ട്. ഈ താരങ്ങൾ നിർമ്മാതാവായാലും എന്താണ് കുഴപ്പം? ഈ രണ്ട് കാര്യം കൃത്യമായിട്ട് പറയാം. ആയിക്കോട്ടെ, ആദ്യത്തെ കാര്യം ഞാൻ തന്നെ പറയാം. ടൊവിനോയുടെ പേരെടുത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൽ റിലീസാവുന്ന പടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ സിനിമകളാണ് റിലീസാവുന്നത്.
അതിൽ മേജർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത് ടൊവിനോയുടെ ഒരു പടമായിരുന്നു റിലീസായത്. അതേ സമയത്ത് രേഖാചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയും റിലീസായിരുന്നു. അല്ല, അപ്പൊ ആ കൊടുക്കാൻ നേരത്തെ അത് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ ലിസ്റ്റ് എടുത്തപ്പോ ആ ലിസ്റ്റിൽ അത് ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ടാണ് മമ്മൂക്കയുടെ സിനിമ അതിന്റെ അകത്ത് ഇല്ലാത്തത്. അല്ല, ഞാൻ പറയാം, അപ്പൊ അതിന്റെ ഫുൾ കളക്ഷൻ കിട്ടിയിട്ടല്ലേ പറയാൻ വേണ്ടിട്ട് പറ്റുള്ളൂ. തിയേറ്ററിൽ റൺ ചെയ്ത് അപ്പൊ അങ്ങനെയാണ് ഒരു ജാതകം ഓടിക്കൊണ്ടിട്ടിരിപ്പുണ്ട്, പൊന്മാനം ഓടിക്കൊണ്ടിട്ടിരിപ്പുണ്ട്, അതിന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുകയെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ സുരേഷ് ഏട്ടൻ പറഞ്ഞ ലിസ്റ്റില് മേജർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ടൊവിനോ തോമസ് അഭിനയിച്ച ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പടമാണ്. അതുകൊണ്ടിട്ടാണ് അതിന്റെ കാര്യം ഇവന് എടുത്തു പറഞ്ഞു മനസ്സിലായി. ആ സമയത്ത് ആ ജനുവരി മാസത്തിൽ പല ആർട്ടിസ്റ്റുകളുടെ പടം ഉണ്ടാകുന്നെങ്കിൽ, മേജർ ആർട്ടിസ്റ്റുകളുടെ പടം ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടെ എടുത്തു പറഞ്ഞു. അല്ല, ഒരേ ഒരു സെക്കൻഡ്. ഇപ്പോ അത് മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ പുള്ളി എടുത്ത് അവതരിപ്പിച്ചത്. മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ. അങ്ങനെയല്ല, നിങ്ങൾ എന്റെ അഭിപ്രായം അല്ലല്ലോ. ഒരു സെക്കൻഡ്, സംഘടനയുടെ അഭിപ്രായം എന്താണ്, സംഘടനയ്ക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കുന്നു. അപ്പൊ ഞാൻ ഇത് രണ്ടും പറയണ്ടേ? അല്ലെങ്കിൽ രണ്ടും ഒന്നാന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ്, സംഘടനയുടെ ഞാൻ അതാണല്ലോ എമ്പോസിഷൻ പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. സംഘടനയുടെ അഭിപ്രായം ഞാൻ 100% ഉൾക്കൊള്ളുന്നു. എന്റെ അഭിപ്രായം മറ്റൊന്നാണെങ്കിലും മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ സംഘടന നിലകൊള്ളുന്നത്. സംഘടനയില് വ്യക്തിപരം ഇപ്പൊ ഞാൻ ചോദിച്ചത് ഒരു സെക്കൻഡ്, ഇപ്പൊ CPM പാർട്ടി അല്ലെങ്കിൽ വന്നിട്ട് കോൺഗ്രസ് പാർട്ടി വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് അവിടെ എന്താണ് ഇത് പ്രത്യേകത? പ്രത്യേകത എന്താണ്? അല്ല, അതാണ്. അതുകൊണ്ടാണല്ലോ ഇന്നും ആന്റണി ചേട്ടൻ പറഞ്ഞത് ഞാൻ 100% സംഘടനയ്ക്ക് ഒപ്പമാണ്. ഞാൻ 100% നാളെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. ഒരു സെക്കൻഡ്, ഇത് കഴിഞ്ഞു കഴിയുമ്പോ നിങ്ങൾക്ക് ആന്റണി ചേട്ടനെ തന്നെ വിളിച്ച് ചോദിക്കാം ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത്. 100% അദ്ദേഹം സംഘടനയ്ക്ക് ഒപ്പമാണ്. പക്ഷെ സുരേഷ് ഏട്ടൻ പറഞ്ഞൊരു കാര്യം, പുള്ളി ഇത്രയും വലിയൊരു റിസ്ക് എടുത്തുകൊണ്ടിട്ടിരിക്കുമ്പോൾ ആ പടം റിലീസ് ആവാത്തത് കൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് എന്തോ പറഞ്ഞൊരു കാര്യങ്ങൾ പുള്ളിക്ക് ഫീലായി. ആ ഫീല് പുള്ളി ഒരു എന്താ പറയാ ഒരു പബ്ലിക് ഫോറത്തിലൂടെ പുള്ളി അത് അതായത് അത് പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു സത്യം. ഒറ്റൊരു കാര്യം അതായത് ആന്റണി പെരുമ്പാവൂരിനെതിരെ സംഘടന ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. അത് ശരിയായ നടപടിയാണ് അല്ലേ? ഏതാണ് അത്? ശരിയായ നടപടിയാണ് ആന്റണി പെരുമ്പാവൂരിനെതിരെ. തീർച്ചയായിട്ടും. കാരണം സംഘടനയ്ക്കെതിരെ ഇവൻ അങ്ങനെ പറയുമ്പോൾ സംഘടനയുടെ ഒരു പോസ്റ്റിൽ നിന്ന് ഒരാൾ ഒരു കാര്യം പറഞ്ഞൊരു കാര്യത്തെ ഒരു പേഴ്സണൽ ഒരു ഫോറത്തിൽ കൂടെ ഒരു പബ്ലിക് ഫോറത്തിൽ കൂടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കൂടെ ഇടുമ്പോൾ അത് സംഘടന അതിനെ എതിർക്കണല്ലോ. കാരണം സംഘടനയുടെ തീരുമാനമല്ലേ സുരേഷ് കുമാർ പറഞ്ഞത്. സുരേഷ് കുമാറിന്റെ തീരുമാനം ആയിരുന്നെങ്കിൽ സംഘടന ഇത് അയക്കേണ്ട കാര്യമില്ല. അതിനെ ശരിവെക്കും. സംഘടനാ വിരുദ്ധമായിട്ടാണ് പെരുമാറിയതെന്ന് പറയാൻ പറ്റും. എന്താണ് ഇതില് ആന്റോ ജോസഫിന്റെ മൗനത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേറെ അഭിപ്രായമായിരിക്കും എന്ന് പറയുന്നത്. അതായത് ആന്റോ ജോസഫ് എന്ന് പറയുന്ന നിർമ്മാതാവ് ഞങ്ങളുടെ അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹം ഇപ്പോൾ നിർമ്മിക്കുന്ന ഒരു വലിയ സിനിമയുണ്ട്. മമ്മൂക്ക, മോഹൻലാല്, ഫഹദ് ഫാസിൽ, നയൻതാര, കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്ന ഒരു വലിയ പടവും അതിനൊരു ഭയങ്കര ബഡ്ജറ്റുള്ള ഒരു പരിപാടി ആയതുകൊണ്ടിട്ട് അതിന്റെ പുറകെ നടന്നുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന പല പല ഇഷ്യൂസ് നടക്കുന്ന ഓരോ മീറ്റിങ്ങുകൾക്ക് പുള്ളിക്ക് വന്നെടുക്കാൻ പറ്റാത്തതുകൊണ്ടിട്ട് പുള്ളി ലെറ്റർ കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇന്ന് കുറച്ച് നാൾ തന്നെ ഒരു ലീവ് തരണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനയിലെ ബൈലോയിലുണ്ട് അതിന്റെ അടുത്ത പേഴ്സൺ ആരാന്ന് ചോദിക്കുമ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റുമാരാണ്. ആ വൈസ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഒന്ന് ജി സുരേഷ് കുമാറും ഒന്ന് സിയാദ് കോക്കറുമാണ്. അപ്പൊ അവരാണല്ലോ അത് പറയേണ്ടത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് ഈ 3 പടം റിലീസായി. പൈങ്കിളി, റൊമാൻസ്, പിന്നെ ഒരു പടം കൂടെ റിലീസായി, ദാവീദ് എന്ന് പറയുന്ന പടം കൂടെ റിലീസായി. ഇതിന്റെ തലേ ദിവസവും ഈ സംഘടനയിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം PVR-ഉം സിനി പോലീസും വന്നിട്ട് അവരുടെ അവിടെ പടം കളിക്കത്തില്ല, മലയാള പടം ഒന്നും കളിക്കത്തില്ല, അവര് ബുക്കിംഗ് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഹൈദരാബാദ്, ചെന്നൈയില്, ബോംബെയിലെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയും ബുക്കിംഗ് എടുത്തില്ല. ഈ ഇഷ്യൂസ് ഒക്കെ ഈ സംഘടനയാണ് സോർട്ട് ഔട്ട് ചെയ്തത്. എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു കണ്ടന്റ് വെക്കണം എന്നുള്ള കാര്യങ്ങൾ BPF ചാർജുകൾ 3500 രൂപ തരൂളൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ അപ്പൊ അവർ സ്റ്റോപ്പ് ചെയ്തു. അവര് വന്നു ഈ പടം റിലീസ് ചെയ്യുന്നതിന്റെ തലേദിവസം ഈ സംഘടനയാണ് അതിനെ സോർട്ട് ഔട്ട് ചെയ്തത്. 3500 രൂപയ്ക്ക് അവർ റെഡിയായി. അപ്പൊ അങ്ങനെയാണ് ഈ പടങ്ങൾ എല്ലാ സ്ഥലത്തും റിലീസ് ചെയ്തു. ഇവര് സ്റ്റോപ്പ് ചെയ്ത സാധനങ്ങളെല്ലാം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ചർച്ചയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവര് ബുക്കിംഗ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചർച്ച നടന്നത്. ചർച്ചയ്ക്ക് ശേഷമാണ് അത് സോർട്ട് ഔട്ട് ആയത്.
ഷോർട്ട് അപ്പം ഇങ്ങനെയുള്ള വലിയ വലിയ അപ്പൊ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് രൂപയാണ് സേവ് ചെയ്യുന്നത് അസോസിയേഷൻ വഴി. അപ്പൊ അസോസിയേഷൻ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർ അതിനെതിരെ ഫൈറ്റ് ചെയ്താൽ നടക്കുമോ? ഇല്ല, നടക്കത്തില്ല. അതുകൊണ്ടിട്ടാണ് ഒരു അസോസിയേഷൻ ഞങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് ഇതേ കുറിപ്പ് എഴുതിയ ആന്റണി പെരുമ്പാവൂര് തന്നെ പറയുന്നത് ഞാൻ സംഘടനയ്ക്ക് ഒപ്പമാണ്. പക്ഷെ സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു ഏത് അഭിപ്രായമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ ആ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതാണ് മാധ്യമത്തിൽ കൂടെ ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത്. തിരുത്തിക്കാൻ തയ്യാറാണോ? ഇപ്പൊ ആന്റണി പെരുമ്പാവൂർ താങ്കളെടുത്ത് പറഞ്ഞ ആ നിലപാടിൽ എനിക്ക് ഇപ്പോഴും വിയോജിപ്പുണ്ടെന്ന് പറയുന്നു. അത് തിരുത്താൻ സംഘടന ഞങ്ങൾ ചർച്ച ചെയ്യലോ, അതിന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോ ആന്റണി ചേട്ടനും സുരേഷ് ചേട്ടനും എല്ലാം വരുന്ന മീറ്റിംഗ് ഞങ്ങൾ ഒരുമിച്ച് മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ശരിയാണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരാളിപ്പം എനിക്ക് ഇപ്പൊ ഒരു ബ്രദറുണ്ട്, അവൻ എന്റെ നാട്ടിലാണുള്ളത്. അവൻ അവിടെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴാണല്ലോ ഞാൻ അറിയുന്നത്. ആന്റണി ചേട്ടൻ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് അറിഞ്ഞത്. ഇതാണ് സത്യം. ഈ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിത് ചർച്ച ചെയ്യുന്നതും നിങ്ങൾ മാധ്യമങ്ങളും ഇത് അറിയുന്നതും എല്ലാം അങ്ങനെ തന്നെയല്ലേ. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ഇന്നിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ഞാനിത് അതിനെപ്പറ്റി കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരേണ്ടതായിട്ടും വരുന്നത്. പിഷാരടി ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, അത് ശ്രദ്ധിച്ചോന്നറിയാം. പിഷാരടി പറഞ്ഞു താരങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പിഷാരടി പറഞ്ഞു നമുക്കൊരു കാറ് വാങ്ങാൻ പ്രീമിയർ കാറിന് വേറെ പൈസ കൊടുക്കണം, മറ്റേ കാറിന് വേറെ പൈസ കൊടുക്കണം. അങ്ങനെയാണ് ഒരു താരത്തിന് വേണമെങ്കിൽ ആ താരത്തിന്റെ മൂല്യമുണ്ട്, ആ പൈസ കൊടുക്കാൻ തയ്യാറാണ്. അത് കൊടുക്കാൻ തയ്യാറാകുന്നത് നിർമ്മാതാക്കളാണ്. കാറ് വാങ്ങാൻ പോകുന്നത് ഞാനാണ് ആ പൈസ തീരുമാനിക്കുക. അതല്ലേ പിഷാരടി പറഞ്ഞതിൽ അടിസ്ഥാനമില്ലേ? അല്ല, പിഷാരടി പറഞ്ഞത് ഇപ്പൊ എന്താന്ന് വെച്ചാൽ പിഷാരടി അതായത് പറയാം എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി ഓരോ അഭിപ്രായം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാവരും ഒരേ അഭിപ്രായങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തല്ലോ പറയുന്നത് അവരുടെ ഫേസ്ബുക്കിൽ. അങ്ങനെയല്ലല്ലോ. എല്ലാവരുടെയും അവരവർക്ക് യോജിച്ച രീതിയിൽ അവരവരുടെ ഭാഷയിലാണ് അവരവർ എഴുതുന്നത്. പിഷാരടിയുടെ ആ ഭാഷയിലാണ് അതിനെ എഴുതിയത്. പറഞ്ഞു മനസ്സിലായി. ഒരു പ്രീമിയം കാർ എന്ന് പറയാം, പ്രീമിയം കാർ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സെക്കൻഡ് ഹാൻഡ് റേറ്റിന് വിൽക്കുമ്പോൾ അതിനൊരു പ്രൈസ് കിട്ടും. ഇപ്പൊ എന്റെ ബോസാൻകോ എന്ന് പറയുന്ന ഒരു പടം ഞാൻ പ്രീമിയം ആയിട്ടാണ് പ്രീമിയം കാർ ആയിരുന്നു ഞാനത് എടുത്തപ്പോ. ഇപ്പോഴും അത് എന്താ 5 പൈസ കിട്ടാതെ അവിടെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പറഞ്ഞു മനസ്സിലായി. 5 പൈസ കിട്ടിയിട്ടില്ല. എന്ത് പ്രീമിയം കാർ? അല്ല, ഇത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യമുള്ളൂ. പ്രീമിയം കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം കാർ ഞാൻ 4 കോടി രൂപയ്ക്ക് വാങ്ങിച്ചൊരു കാറ് അത് 2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ 2 കോടി രൂപ അതിന് കിട്ടും. ഞാൻ എന്താണ് പറയുന്നത് അതാണ്. അപ്പൊ 4 കോടി രൂപ വാങ്ങിക്കൊണ്ടിരുന്നവരാ. ഞാനിപ്പോ എന്റെ വണ്ടി ഒരു റേഞ്ച് റോവറാണ്. ഞാൻ വാങ്ങിയപ്പോ 2 കോടി 60 ലക്ഷം രൂപ വരുന്നത് മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ആ വണ്ടി അതേ വണ്ടിക്ക് തന്നെ ഇപ്പൊ 2 കോടി രൂപ താഴെ വിലയുള്ളൂ. അത് ഇന്ത്യയിലാണ് അത് ഇപ്പൊ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ അല്ലാത്ത സമയത്താണ് അതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പൊ ഏതെങ്കിലും ഒരാൾ കൊണ്ടുപോയി 2 കോടി രൂപയ്ക്ക് കിട്ടേണ്ട താൻ 2 കോടി 60 ലക്ഷം രൂപയ്ക്ക് പോയി വാങ്ങേണ്ട കാര്യമുണ്ടോ? പ്രീമിയം കാർ തന്നെയാണ് ഞാനും വാങ്ങിച്ചത്. എന്തായാലും ആവശ്യമെങ്കിൽ താരങ്ങളുടെ പ്രതിഭ പുറത്തു വിടുന്നു സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് വരും ദിവസങ്ങളിൽ കാണാമല്ലോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്താന്നറിയോ, ഞാൻ പറഞ്ഞത് നിങ്ങളും ഒരു മിനിറ്റ്, നിങ്ങളിപ്പോ മീഡിയയിൽ വർക്ക് ചെയ്യുന്നു, ഞാനും മീഡിയയിലാണെങ്കിൽ ഞാനും ക്വസ്റ്റ്യനുകൾ ചോദിച്ചുകൊണ്ടിട്ടേ ഇരിക്കും. ഞാൻ നിർമ്മാതാവാണ്. ഞാൻ ഇതിന്റെ ഈ അസോസിയേഷന്റെ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നവരിൽ ഒരാളാണ്. അപ്പൊ ഞാൻ ആൻസറബിളാണ് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്. അതിനുള്ള മറുപടികൾ എനിക്കറിയാവുന്ന രീതിയിൽ എന്റെ ഭാഷയിൽ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരങ്ങൾ ടെക്നീഷ്യന്മാരുടെ ശമ്പളം കൂടുതലാണ്. ഇത് ഞങ്ങൾ പല പ്രാവശ്യവും പറഞ്ഞു. ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പടം എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മളിപ്പോ വേറെ എന്ത് പോയി തൊഴിൽ നടന്നു? നമുക്ക് സിനിമ എന്ന് പറയാൻ ഞാൻ ഒരു പൊളിറ്റിക്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ സ്പോർട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ കൂടുതൽ സമയം ഡിസ്കസ് ചെയ്യുന്നത് സിനിമയെ പറ്റി മാത്രമാണ്. സിനിമയാണ് എനിക്കെല്ലാം. അപ്പൊ സിനിമാ കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം എടുക്കുമ്പോൾ പ്രീമിയർ ആണ് ആ ഒരു നടൻ. അത് ഇരുന്ന് പോയി കഴിഞ്ഞാൽ അവൻ സെക്കൻഡ് ഹാൻഡ് ആയി. അല്ലാതെ അങ്ങനെയാണ്. നിവിൻപോളിയൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയോ? അങ്ങനെയല്ല, ഒരു മിനിറ്റ്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പ്രീമിയം എന്ന് ചോദിച്ചതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതേ ആർട്ടിസ്റ്റിനെ വെച്ച് പ്രീമിയം ലെവലിൽ തന്നെ അത് കുറച്ചുകൂടെ കോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ പടം എടുക്കും. ഇപ്പൊ ഇതേ നിവിൻപോളിയായിട്ട് ഞാൻ വേറെ പടവും ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായി. അപ്പൊ എന്നല്ല, അലി ചോദിച്ചതിന് പ്രീമിയം കാറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് താരങ്ങളോട് ഉപയോഗിച്ചു. നമ്മൾ പെർസെന്റേജ് കൊടുക്കാൻ തയ്യാറാണ്. ഒരു സിനിമകളുടെ വിജയം ഇതൊക്കെ അവർക്ക് ഒരു മൂല്യം നിർണ്ണയിക്കാൻ അവരുടെ അവകാശമില്ലേ? ഒരു
താരം എന്നുള്ള നിലയിൽ പെർഫോമർ അവർക്ക് അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവരുടെ മൂല്യം എന്തായിട്ട് അവർക്ക് ഇത്ര കിട്ടണം എന്ന് തീരുമാനിക്കേണ്ട റൈറ്റില്ലേ? അതാണല്ലോ ഇത്രകാലവും അല്ല അതെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഒരു വന്നിട്ട് ഒരു പെട്രോളിന് വില കൂടി കഴിഞ്ഞാൽ നമ്മൾ സമരം ചെയ്യത്തില്ലേ? ഇപ്പൊ ആരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ടുപോയി താഴ്ത്തി, ഇപ്പൊ അത് എല്ലാവർക്കും ഉപകാരപ്പെടുത്തില്ലേ? ഇപ്പൊ നമ്മളൊരു ഒരു വ്യക്തിയല്ലല്ലോ പോയി RBIയോട് പോയി പറഞ്ഞേക്കുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് താത്തണം. ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പൊ RBI താത്തി തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് ഗുണകരമാവത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇവര് താത്തി തന്നു കഴിഞ്ഞാൽ കൂടുതൽ സിനിമകൾ ഇപ്പൊ ഇവിടെ നടക്കും. സിനിമകൾ നടക്കുമ്പോൾ തിയേറ്ററുകൾക്കെല്ലാം പടം കിട്ടും. ഇത്രയേ ഉള്ളൂ. ആ പടം കിട്ടാൻ വേണ്ടിട്ട് മാത്രമാണ്. സുരേഷ് കുമാർ യഥാർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് ആന്റണി പെരുമാറിന് ബോധ്യപ്പെട്ടു. തീർച്ചയായിട്ടും അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആന്റണി ചേട്ടനുമായിട്ട് ഇന്ന് രാവിലെയും സംസാരിച്ചു, സുരേഷ് ചേട്ടനുമായിട്ട് സംസാരിച്ചു. അതിന്റെ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ ഇവൻ പങ്കുവെച്ചത്. സംഘടനാ നിലയിൽ വാർത്താക്കുറിപ്പോടെ നടക്കാൻ പാടില്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ എങ്ങനെ സംഘടനയാണ് ഇന്നലെ ആന്റണി പെരുമാൾ തള്ളി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, ചർച്ച നടക്കുന്നുള്ള തീരുമാനം സംഘടന അല്ല. ഞങ്ങളിപ്പോ അടുത്ത ദിവസം മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആന്റണി ചേട്ടന് വരാന്ന് പറഞ്ഞു. ഇന്നലെ വാർത്താക്കുറിപ്പിറക്കിയ സംഘടന അങ്ങനെയല്ല. നമ്മളിപ്പോ എന്താണെന്നറിയോ, നമ്മള് ആന്റണി ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എന്നേക്കാൾ വേണ്ടപ്പെട്ട ആളാണ് സംഘടനയ്ക്ക് ആന്റണി പെരുമാൾ എന്ന് പറയുന്ന ആള്. അത്രയും സീനിയർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പുള്ളി ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ പുള്ളിനെ തള്ളി പറയാനായിട്ട് ഇതിനും പറ്റത്തില്ല. പക്ഷെ ഒരു സംഘടന എന്ന നിലയ്ക്ക് നമ്മളൊരു ലെറ്റർ കൊടുക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അടുത്ത ദിവസത്തെ മീറ്റിംഗിന് വരുന്നുണ്ട്. ഇതെല്ലാം അവിടെ സോർട്ട് ഔട്ട് ആവും. പുള്ളിയുടെ ഒരു വിഷമം ഇവൻ പങ്കിട്ടു എന്നുള്ളത് സത്യമാണ്, 100%. അത് സുരേഷ് ഏട്ടനോട് പറഞ്ഞു. സുരേഷ് ഏട്ടന് ഒരു പക്ഷേ തോന്നുന്നുണ്ടാവും അത് ബിസിനസ് ആയിട്ടില്ലല്ലോ. അതുകൊണ്ടട്ടെ ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഞാൻ ഈ സംഘടനയിലെ, അതായത് എനിക്ക് ഈ സംഘടനയിലെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലും, ഞാൻ ഈ സംഘടനയിലെ പ്രസിഡന്റ്, ഒരു സംഘടനയിലെ ട്രഷറർ എന്നുള്ള നിലയിലും, നിലവിൽ സിനിമകൾ എടുക്കുന്ന ഒരു നിർമ്മാതാവ് എന്ന രീതിയിലും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഇടയ്ക്ക് എന്നുള്ള രീതിയിലൂടെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതൊരു അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗ് ആണെങ്കിൽ ഈ മീറ്റിംഗ് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വെച്ചിരുന്നതാണ്. അല്ല, ഞാൻ ഇവരെല്ലാരെയും അറിയിച്ചിട്ടുണ്ട്. ഓഫീസിൽ അവരുടെ പ്രതിനിധി എന്ന നിലയിൽ തന്നെ ലിസ്റ്റിന് വാർത്താസമ്മേളനം നടത്താമായിരുന്നല്ലോ. അല്ല, നടത്താമായിരുന്നു. പക്ഷെ ഞാൻ എന്താന്ന് വെച്ചാൽ ആദ്യമേ ഇവിടെയാണെന്ന് പറഞ്ഞു പോയി. അതുകൊണ്ടിട്ടാണ് ഞാൻ നടത്താറുള്ളത്. നേരത്തെ ചോദിച്ചത് കൃത്യമായിട്ട് ഒരു 2 മറുപടി ഞാൻ ചോദിച്ചു. കൃത്യമായിട്ടൊന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞു പോവാം. ആന്റണി പെരുമ്പാവൂർ ഈ സുരേഷ് കുമാറായിട്ട് വിഷയത്തിൽ ആന്റണി പെരുമ്പാവൂർ പല പ്രാവശ്യവും ലിസ്റ്റിനെയും സംഘടനയുള്ള പല ഭാരവാഹികളും വിളിച്ചു. ലിസ്റ്റ് കൃത്യമായിട്ട് അറിയാം. ഈ എന്റെ പ്രശ്നത്തിൽ നിങ്ങളൊരു വാർത്താക്കുറിപ്പിറക്കി ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ ഇല്ല എന്ന് ലിസ്റ്റിൽ പറഞ്ഞു, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ തിരുത്താത്തത് കൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്ന കാര്യം യാതൊരു സംശയമില്ല. അതിൽ കൃത്യമായിട്ട് നേരത്തെ കൃത്യമായ മറുപടിയല്ല പറഞ്ഞത്, അതിന് മറുപടി പറഞ്ഞു. അതോടൊപ്പം താരങ്ങൾ നിർമ്മിച്ചാൽ തിയേറ്ററിൽ കളിക്കില്ല എന്ന് പറഞ്ഞ അടിസ്ഥാന സിനിമ ഓടിക്കില്ല എന്ന് പറഞ്ഞത് ലിസ്റ്റിന് തിയേറ്റർ ഉണ്ട്. ലിസ്റ്റിൽ അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ പണിമുടക്ക് വന്നാൽ ലിസ്റ്റിന്റെ തിയേറ്ററിൽ ആ സിനിമകൾ ഓടിക്കുമോ? ഈ രണ്ടിനും കൃത്യമായ ഒരു മറുപടിയാണ്. അല്ല, അതായത് സുരേഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഫസ്റ്റ് ഞാൻ കേൾക്കാത്തൊരു കാര്യം കേട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ മറുപടി തരത്തില്ല. പക്ഷെ താരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ തിയേറ്ററിൽ പടം കളിക്കും. അതിനെന്താണ് പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ കേൾക്കാത്ത കാര്യത്തിന് ഞാൻ എങ്ങനെയാണ് മറുപടി പറയുക? ഞാനത് ഞാനില്ലായിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ പറഞ്ഞില്ലേ ആ ഒരു തിരുത്ത് ആവശ്യപ്പെട്ടിരുന്നല്ലോ. എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു ആന്റണി പെരുമ്പാവൂർ, താങ്കളും ആവശ്യപ്പെട്ടു, സംഘടന ഓരോ ആളുകളും ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല ആന്റണി പെരുമ്പാവൂർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നത്. അല്ലല്ല, ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനം സുരേഷ് കുമാറിന് നടത്തുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യക്തത വന്നേനെ. എന്തുകൊണ്ടാണ് സുരേഷ് കുമാർ ഇത്തരം കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടും വാർത്താ സമ്മേളനം നടത്തുന്നത്? ഇതിൽ നിർമ്മാതാക്കളുടെ സംഘടനയോ സുരേഷ് കുമാറോ ആന്റണി പെരുമ്പാവൂർ പരസ്യമായിട്ട് ഈ വിഷയത്തെ അഡ്രസ് ഇതുവരെ വന്നിട്ടില്ല. ഇന്നത്തെ വാർത്താക്കുറിപ്പ് അല്ലാതെ ലിസ്റ്റിൻ പേഴ്സണലായിട്ട് ലിസ്റ്റിന്റെ അഭിപ്രായം പറഞ്ഞത് അല്ല, രണ്ടുപേരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞത് ഞാൻ അസോസിയേഷന്റെ ഒരു സെക്കൻഡ്, ഞാനിത് 2 പേരോടും അസോസിയേഷനിലുള്ള 2 മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ 2 സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. ഇവരുമായിട്ട് ഞാൻ ചുമ്മാതെ പറയുന്നതല്ല. ഞാൻ ഇവരോടുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നമേ
രണ്ടുപേരും വേണ്ടപ്പെട്ടവരാന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിച്ചത് സംഘടനയും ഒരാൾ സംസാരിച്ചത് വ്യക്തിയുമായിട്ടാണ്. അപ്പൊ സംഘടനയും വ്യക്തിയും തമ്മിലുള്ള തർക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് മറ്റൊരു മറുപടി കിട്ടുന്നില്ല. അല്ല, അതാണ് ഒരു മിനിറ്റ്. ഇപ്പോ ആന്റണി ചേട്ടൻ ആ മീറ്റിംഗിൽ വന്നിരിക്കും, ആന്റണി ചേട്ടൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഗനിസ്റ്റോ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോ ആ ഒരു തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല. മനസ്സിലായോ? ഒരു മജോറിറ്റി അങ്ങനെയാണല്ലോ, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ പ്രസന്റ് ചെയ്യുന്നത് പോലെയാണല്ലോ. അപ്പൊ അവിടുത്തെ ഒരു എന്താണ്, അപ്പൊ ഒരു മജോറിറ്റിയുടെ ഒരു സ്വഭാവം എന്താണ്, മജോറിറ്റി ഏതിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ ആ ആളെ വരികയും പങ്കെടുക്കുകയും അനുചേട്ടൻ അത് പറയുകയും ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു കാര്യമായി ചിലപ്പോൾ മാറിയായിരുന്നു. എത്രയാണ് ഞാൻ പറയുന്നത്, വരാതെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യത്തെ വന്നിട്ട് അത് പ്രസ് മീറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് അത് തെറ്റായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇനി തെറ്റായി പോയെങ്കിൽ പോലും നമുക്ക് എവിടെയാണ് അത് ശരിയാക്കാൻ പറ്റുന്നത്? എങ്ങനെ തെറ്റാണ്? അല്ല, മജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ അത്. സുരേഷ് കുമാറിന്റെ അഭിപ്രായമല്ല, സുരേഷ് കുമാറിന്റെ അഭിപ്രായമല്ല. മജോറിറ്റി സുരേഷ് കുമാർ ഞങ്ങളുടെ അങ്ങനെ ഒരു കാര്യമാണെങ്കിൽ സംഘടനയ്ക്കുള്ളിൽ ഇവരെല്ലാം വളരെ അടുപ്പമുള്ളവരാണ് നമ്മൾ ലിസ്റ്റും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സുരേഷ് കുമാർ ഏത് സാഹചര്യത്തിലാണ് വാർത്താ സമ്മേളനം നടത്തിയെന്ന് അന്നേക്കുമാറിന് ഫോൺ കോളിൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത്രയും വലിയൊരു ഫേസ്ബുക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ ഒരു കാര്യം പെട്ടെന്ന് ഇപ്പൊ പറയുക, അത് വേറൊരാൾ കേൾക്കുന്നു. കേട്ട് കഴിയുമ്പോൾ ഞാൻ ആ പറഞ്ഞ വേറൊരാളോട് പറഞ്ഞൊരു കാര്യം ആ അയാൾക്ക് ഇത്രയും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് സത്യത്തിൽ അറിയത്തില്ലായിരുന്നു. അങ്ങനെയും വരാലോ. ഈ സുരേഷ് കുമാറിനെ അനിൽ മാറ്റി നിർത്തിയത് വേറൊരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കാര്യമാണെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞാൽ എടാ ഞാൻ എങ്ങനെ പറഞ്ഞു പോയി, നിനക്കത് ഇത്രയും ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നെനിക്ക് ഉദ്ദേശിക്കാറ്. അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത്രയും കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, ഒരു സംഘടനയ്ക്കുള്ളില് നിൽക്കുന്ന ആളുകളാണ്, ഇത്രയും അടുപ്പമുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഒരു ഫോൺ കോളിലെങ്കിലും ചോദിക്കില്ല എന്നതാണ് അങ്ങനെ പറയാൻ കാരണം എന്താണോ ഒന്ന് ചോദിക്കില്ല. ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം നിർമ്മാതാക്കളുടെ നിലപാട് അവർ പറഞ്ഞു കഴിഞ്ഞു. നിർമ്മാതാക്ക സംഘടന നിലപാട് അതാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്. ലിസ്റ്റിൽ വ്യക്തി എന്നുള്ള നിലയാണ് ഇപ്പോൾ വാർത്തകൾ നടക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഞാനിത് ഒരു കേരള ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമോ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പറഞ്ഞിട്ടുള്ള വാർത്താ സമ്മേളനമോ അല്ല. ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ തിയേറ്റർ നടത്തുന്ന ആളാണ്. ഞാൻ ഈ സിനിമ നിർമ്മാതാവാണ്. ഇപ്പോഴും 3-4 സിനിമകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാതാവാണ് ഞാൻ. ഇതിന്റെ ഈ അസോസിയേഷന്റെ ഒക്കെ ഭാരവാഹിത്വം 2 അസോസിയേഷനിൽ വഹിക്കുന്ന ഒരാള് എന്നുള്ള നിലയിൽ ഇതെന്റെ പേഴ്സണൽ ഇതാണ്. ഈ കാര്യത്തെ പറ്റി ഇതെന്താ എല്ലാവരും ഞങ്ങൾക്കിടയിലുള്ള ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ ഒരു ഇത്രയും പേരുണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഓരോരുത്തരും ഇന്നിപ്പോ ഒരാൾ ഇടുന്നു, നാളെ വേറെ 2 പേര് ഇടുന്നു, അതിന്റെ ഡീറ്റെയിൽസ് ഒരു 4 പേരിലേക്ക് ഇത് പോവാണ്. ഇത്രയും പോകാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും ഇതിലില്ല എന്ന് മാത്രമാണ് ഇതുകൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ മീറ്റിംഗ് കൊണ്ടിട്ട് നമ്മൾ അത്രേ പറയാൻ ഉദ്ദേശിക്കുന്നത്. സംഘടന നിലപാട് അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് ആന്റണി പെരുമാൾ തള്ളിക്കൊണ്ട് നിലപാട് അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അവരെ തിരുത്തിയിട്ടില്ല. തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനെ എന്നെ സസ്പെൻഡ് ചെയ്തു, അതാണോ നമ്മൾ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. ആന്റണിച്ചേട്ടന് അത് അങ്ങനെ ഒരു അസോസിയേഷന്റെ ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള ഒരാള് ഒരു സംഘടന കൂട്ടായ്മയിൽ എടുത്ത ഒരു തീരുമാനത്തെ പറഞ്ഞപ്പോൾ ആന്റണി ചേട്ടൻ അത് അങ്ങനെ ഇടാൻ പാടില്ലായിരുന്നു എന്നാണ് ആ കത്തിന്റെ ഒരു ചെറിയ ഉള്ളടക്കം. ആ 2 പേജ് അടങ്ങുന്ന ഒരു കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. ഇത് അടുത്ത ദിവസം ഇവര് തമ്മിൽ ഇരിക്കുന്നുണ്ട്, ഇവരെ വിളിച്ചിട്ടുണ്ട്. ഇരുന്ന് കഴിയുമ്പോൾ ഈ പ്രശ്നം സോർട്ട് ഔട്ട് ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പോഴും 100% ഉറപ്പ് വരുവാണ്, നാളെ അസോസിയേഷന് വേണ്ടിയിട്ടിട്ട് അസോസിയേഷൻ സംഘടന തീരുമാനിക്കുന്ന ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കും ആന്റണി പെരുമ്പാവൂർ. അതിൻ്റെ അകത്ത് 1% ഡൗട്ട് ഇല്ല. അത് ഞാൻ 100% ഞാൻ പറയുകയാണ്. അത് ആന്റണി പെരുമ്പാവൂർ ആ സംഘടനയ്ക്കൊപ്പം 100% ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ 100% ഉണ്ടാവും. ആന്റണി പെരുമ്പാവൂർ നിൽക്കും. പക്ഷെ സംഘടനയിൽ കിട്ടുന്ന തിരിച്ചടി ഇങ്ങനെയാണ്, അദ്ദേഹത്തെ തള്ളിയാണ് ഇപ്പൊ വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അങ്ങനെയൊന്നുമില്ല. സംഘടനയ്ക്കകത്ത് സുരേഷ് കുമാർ പറഞ്ഞ പ്രസ്താവനകളെ ഭൂരിഭാഗം തള്ളിക്കൊണ്ട് ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് ഇടുന്നു. അത് മോഹൻലാൽ, ടൊവിനോ, പൃഥ്വിരാജ് അടക്കമുള്ള മുൻനിര താരങ്ങൾ ഷെയർ ചെയ്തു. അതായത് അതിന്റെ അർത്ഥം അവരുടെ അഭിപ്രായം അതാണ്. ഇപ്പൊ 2 സംഘടനകൾ തന്നെ 2 അഭിപ്രായം, ഒരു സംഘടനയ്ക്കകത്ത് 2 അഭിപ്രായം. ഇതിനെ എങ്ങനെ നിങ്ങൾ പരിഹരിക്കുന്നതാണ്? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു അഭിപ്രായം ആന്റണിച്ചേട്ടന്റെ ഒരു പോസ്റ്റ് ഇട്ടു. ടൊവിനോ ഞങ്ങളുടെ മെമ്പറല്ല, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ഒരു മെമ്പറല്ല. അപ്പോൾ ടൊവിനോ അത് ഷെയർ ചെയ്തു എന്ന് പറയുമ്പോഴത്തേനും അദ്ദേഹത്തിന് ഇപ്പൊ ഇവൻ അത് തോന്നിക്കാണുമായിരിക്കും, അത് ആയിരിക്കും ശരിയെന്നുള്ളത്. അതുകൊണ്ടിട്ട് അത് ഷെയർ ചെയ്തത്. ഞങ്ങൾക്കുള്ളിലുള്ള ഒരു മെമ്പർ ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്ത ഞാൻ ഫൈൻ ഇപ്പൊ അസോസിയേഷനെതിരെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അസോസിയേഷന് ഫൈൻ അടച്ചിട്ടുള്ള ആളാണ്.
പറഞ്ഞു മനസ്സില്ല. ഞാനിപ്പോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ അസോസിയേഷനിൽ. അപ്പൊ അത് ആരാണേലും അങ്ങനെ തന്നെയാണ്. ഈ സുരേഷ് കുമാർ എല്ലാം ബാധകമായിട്ടുള്ള ഒരാളാണ് ഇതിനു മുമ്പൊക്കെ. ഇപ്പോൾ ഉള്ള സുരേഷ് കുമാർ പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല, വർഷങ്ങളായിട്ട് സിനിമ എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അയാൾക്ക് എന്താണ് കാര്യം ഇരിക്കുന്നത്? അദ്ദേഹത്തിന് എന്ത് കാര്യം അപ്പൊ ഇങ്ങനെ വിളിച്ചു പറയേണ്ടത്? ഒരു സുഹൃത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്? സുഹൃത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു എതിരഭിപ്രായം വാങ്ങേണ്ട എന്ത് കാര്യമാണ് അദ്ദേഹത്തിന് ഇരിക്കുന്നത്? ഒരു കാര്യമില്ല. അത് ടൊവിനോ തോമസിന്റെ അതേസമയം ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് നിർമ്മാതാവിന്റെ ക്രെഡിറ്റിലേക്ക് വരികയും ആ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അദ്ദേഹം അഭിനയിച്ച വേറൊരു സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് ഈ ആക്ടറിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതും എങ്ങനെയാണ്? ഞാൻ പറയട്ടെ, ഇവിടെ ഹീറോനെ വെച്ചിട്ടാണ്, അല്ലാതെ വന്നിട്ട് പ്രൊഡ്യൂസർക്കല്ല ഒരു ബിസിനസ് നടക്കുന്നത്. ഹീറോനെ വെച്ചിട്ടാണ് ബിസിനസ് നടക്കുന്നത്. ഇതേ ടൊവിനോ തോമസിന്റെ പ്രീവിയസ് പടം നിർമ്മിച്ച ആള് ഞാനാണ്. അത് നമ്മൾ പരസ്യം ചെയ്തിരുന്ന 100 കോടി ക്ലബിൽ വന്ന ഇൻഡിവിജ്വൽ സിനിമയാണ്. ടൊവിനോയുടെ കരിയറിലെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ ഉൾപ്പെടെ പബ്ലിസിറ്റി ചെയ്തതാണ്. അടുത്ത പടം ടൊവിനോയ്ക്ക് അപ്പൊ ആ 100 കോടിയോ അല്ലെങ്കിൽ ആ സിനിമ അത്രയും വേണ്ടപ്പെട്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കഷനിൽ വന്നിട്ടുണ്ട്. അതിന്റെ ലാഭവിഹിതം എന്ന് പറയുന്നത് അതൊക്കെ പ്രൊഡ്യൂസേഴ്സിനായി മാറി. അത് സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ അത് ഹീറോയുടെ ഉത്തരവാദിത്തമായി മാറുന്ന അങ്ങനെയല്ലോ. അപ്പൊ ഹീറോകളാണല്ലോ ഇതിന്റെ അകത്ത് ഒരു മേജർ ശമ്പളം വാങ്ങുന്നത്. ആരാണ്? ഹീറോസ് ആണ് വാങ്ങുന്നത്. അതുകൊണ്ടിട്ടാണ് ഹീറോയുടെ പേരിൽ പറയുന്നത്. ഇപ്പൊ പ്രൊഡക്ഷന് ചായ കൊണ്ടുതരുന്ന ചേട്ടന്റെ പേരിലേക്ക് ഇത് ചാരി വെച്ചിട്ട് കാര്യം ഇല്ലല്ലോ. ഒരു സിനിമയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ അതുകൊണ്ടിട്ടാണല്ലോ ഇത് ഹീറോയുടെ പേരിൽ വരുന്നത്. ഹീറോയാണ് ഒരു പടത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്നയാള്. അതുകൊണ്ടിട്ടാണ് അത് പറയുന്നത്. അത് സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആർട്ടിസ്റ്റുകളും ഞങ്ങളുടെ അല്ലെ മേജർ ടെക്നീഷ്യൻസ് പടം ഇതിൽ റെമ്യൂണറേഷൻ കുറച്ച് തരിക എന്നുള്ളത് മാത്രമാണ്. ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞു. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് 1 കോടി രൂപ വായ്പ തന്നിട്ടുണ്ട്. എന്നിട്ടാണ് താരങ്ങളെ തള്ളി പറയുന്നത്. അതിൽ ഇപ്പോഴും 40 ലക്ഷം രൂപ കൊടുക്കാറുണ്ട് നിർമ്മാതാക്കളുടെ സംഘടന. എന്നിട്ട് താരങ്ങളെ വെക്കിട്ട് കയറാൻ വരണ്ടെന്നാണ് അമ്മയുടെ പ്രതിനിധിയായ അമ്മ നിയമിച്ച ജയൻ ചേർത്തല പറഞ്ഞു. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? 1 കോടി രൂപയാണ് നമുക്ക് വായ്പ വന്നത്, 40 ലക്ഷം കൊടുക്കാറുണ്ട്. എന്നിട്ട് അമ്മയുടെ താരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഓടിക്കില്ല എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ആർക്കാണ് അധികാരമുള്ളത്? അല്ല, ഒരിക്കലും അല്ല. നമ്മള് ബിൽഡിംഗ് പണിയാൻ നേരത്ത് അമ്മ നമ്മളെ സഹായിച്ചു എന്നുള്ളത് കറക്റ്റ് സംഭവമാണ്. നമുക്ക് 1 കോടി രൂപ വായ്പ വാങ്ങി ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ ആ പൈസയും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 40 ലക്ഷം കൊടുക്കാണ്ടെന്നോ? കൊടുക്കാനില്ല. അപ്പൊ ജയൻ ചേർത്തല പറഞ്ഞത് തെറ്റാണ്. ഇല്ല, ഞാൻ ഒന്ന് വേണേ കൺഫേം ചെയ്തത്. 40 ലക്ഷം കൊടുക്കാൻ ജയൻ ചേർത്തല പറഞ്ഞാണ്. ഇല്ല, ഇല്ല, കൊടുക്കാനില്ല. നിർമ്മാതാക്കളുടെ സംഘടന ക്ലബിലേക്ക് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? നിങ്ങൾ എന്നോട് ചോദിച്ചു. നമുക്ക് ഇടയിലൊരു സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ നിങ്ങളെല്ലാവരും മീറ്റിങ്ങിലൊക്കെ വരുന്നവരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ അതിനെ വളർത്താനായിട്ട് ഉള്ള ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഞാനത് 100% അഭിപ്രായ വ്യത്യാസം എടുത്തവര് എന്നേക്കാൾ കൂടുതൽ അർഹനാണ് ആന്റണി പെരുമ്പാവൂർ. ഈ ഇൻഡസ്ട്രിക്ക് ആവശ്യമാണ്, എന്നേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ആളാണ് പുള്ളി. അത്രയും ഹിറ്റുകൾ, വലിയ വലിയ ഹിറ്റുകൾ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ അത്രയും ഹിറ്റുകൾ ഞാൻ പോലും കൊടുത്തിട്ടില്ല. അപ്പൊ തിയേറ്ററുകാർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആന്റണി പെരുമ്പാവൂർ. പ്രൊഡ്യൂസേഴ്സിന് അസോസിയേഷന് വളരെ വേണ്ടപ്പെട്ട ആളാണ് ആന്റണി പെരുമ്പാവൂർ. ആർട്ടിസ്റ്റിന് വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അത്രയും റിസ്കുകൾ എടുത്ത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ആന്റണി പെരുമ്പാവൂർ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, എന്നേക്കാൾ കൂടുതൽ എന്റെ അസോസിയേഷൻ ആവശ്യമുള്ള ആളാണ് ആന്റണി പെരുമ്പാവൂരും സുരേഷ് കുമാറും. രണ്ടുപേരും. അല്ല, ആന്റണി ജോസഫ് ലീവിലായതുകൊണ്ടിട്ടാണ്, അല്ലാതെ വേറെ ഒരു കാര്യമില്ല. അമ്മ തന്ന കത്തിന് മറുപടി കൊടുക്കുന്നുണ്ടോ? അമ്മ ഒരു കത്ത് നൽകിയിരുന്നു. എന്താണ്? നാദനില്ല കളരി എന്ന് വിളിച്ചത് അംഗീകരിക്കില്ല, ഖേദം പ്രകടിപ്പിച്ച് താരസംഘടനയ്ക്ക് ഒരു കത്ത് നൽകണം, നിർമ്മാതാക്കളും കത്ത് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മറുപടി കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാവും. അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കേട്ടില്ല. താങ്കളൊന്നും അറിയുന്നില്ല അവിടുത്തെ കാര്യം. അല്ല, നാദനില്ല കളരി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് തീർച്ചയായിട്ടും മറുപടി കൊടുക്കും. അമ്മയ്ക്ക് മറുപടി കൊടുക്കും. തീർച്ചയായും ഒരു കത്ത് ആരയച്ചു കഴിഞ്ഞാലും അതിന് അസോസിയേഷൻ മറുപടി കൊടുക്കും. അതുകൂടെ തന്നെ കൊടുക്കുന്നതായിരിക്കും. അമ്മയെ അന്ന് നേരത്തെ പറഞ്ഞു താരസംഘടന അന്ന് ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു എന്ന് ഇപ്പം ക്രിസ്ത്യൻ പറഞ്ഞു. അന്ന് കൊടുത്ത ലെറ്റർ വേറെ രീതിക്കാണ്. റൈറ്റ്സുമായിട്ട് ഡബിങ്ങിന് ശേഷവും അല്ലെങ്കിൽ സെൻസറിന് ശേഷം 30% എന്നാണ് പറയുന്നത്. പല സിനിമകളും സെൻസർ ചെയ്യുന്ന വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ താരങ്ങൾക്ക് ജീവിക്കണം എന്നൊരു കാര്യമാണ്. ജനറൽ ബോഡിയിൽ ചോദിച്ചിട്ട് പറയാമെന്ന് ഇവൻ പറഞ്ഞു. അത്
അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാതിരുന്നതെന്ന് പറഞ്ഞു ഇവിടെ സുരേഷ് കുമാർ. അല്ല, അതുകൊണ്ടാണ്. അപ്പൊ അവർക്കത് സമയമെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമുക്കുള്ളിൽ അത് സമരപ്രഖ്യാപന സമരത്തിന് അവരെ വിളിക്കേണ്ടതല്ലേ ആയിരുന്നില്ല? സമരപ്രഖ്യാപനം നടത്തുന്ന ഒരു യോഗത്തിന് അമ്മയിൽ നിന്ന് അതാണല്ലോ നമ്മൾ ഇന്ന് നാളെ അല്ലല്ലോ വെച്ചേക്കുന്നത്, നമ്മൾ ജൂണിലല്ലേ വെച്ചേക്കുന്നത്. അപ്പൊ എത്രയോ മീറ്റിങ്ങുകൾ അതിന്റെ ഇടയിൽ നടക്കും, നമ്മൾ നടത്തും. അപ്പൊ ഇതാണ് മാറ്ററുകളുള്ളൂ. അപ്പൊ അതുകൊണ്ടിട്ട് സുരേഷ് ഏട്ടനായിട്ടോ സുരേഷ് കുമാർ ഏട്ടനായിട്ടോ ആന്റണി പെരുമ്പാവൂരായിട്ടോ അങ്ങനെ പറഞ്ഞു തീരാത്ത തരത്തിലുള്ള ഒരു വിഷയങ്ങളും ഞങ്ങൾക്കിടയിലോ ഞങ്ങളുടെ സംഘടനയ്ക്കിടയിലോ ഇല്ല. അതായത് ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ ഇടയിലുള്ള വലിയ നിർമ്മാതാവ് വലിയ മുതൽ മുടക്കിൽ ഒരു സിനിമ എടുത്തു കഴിയുമ്പോൾ വേറൊരാൾ ഞങ്ങളുടെ സംഘടനയിൽ അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഒരാള് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന ഒരു കമന്റ് അദ്ദേഹത്തിന് ആന്റണി ചേട്ടന് അതൊരു ഒരു അത്ര പോസിറ്റീവായിട്ട് അത് തോന്നിയില്ലാത്തതിന്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു കുറിപ്പ് വരികയും അതിനെ തുടർന്നുള്ള ഒന്ന് രണ്ട് എന്താ പറയുക ചർച്ചകളുമാണ് നടന്നത്. ഈ വിഷയം ഞാനിപ്പോ പറയുകയാണ്, ഈ വിഷയം ഞങ്ങൾ ഇന്നോട്ട് തന്നെ ഇത് തീർന്നിരിക്കുകയാണ്. അടുത്ത ദിവസം ഞങ്ങൾ ഒരുമിച്ച് തന്നെ അസോസിയേഷനിൽ മീറ്റിംഗ് ഉള്ളതാണ്, കൂടുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇനി ഒരു ചർച്ചയുടെ ആവശ്യമില്ല. വെറുതെ ഓരോരുത്തരും എടുത്ത് പോസ്റ്റ് ഇട്ട് ചുമ്മാ അതൊരു ചർച്ചയാക്കി മാറ്റേണ്ട ആവശ്യമില്ല എന്ന് ഇവര് തമ്മിലുള്ള പേഴ്സണൽ അടുപ്പമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഒരു 100% ഗ്യാരണ്ടിയോട് കൂടി പറയുകയാണ്, ഇതൊരു അനാവശ്യ ടോക്കാണ്. ഇതുകൊണ്ട് ഇവിടെ തീരണം എന്ന് മാത്രമേ പറയാം. വ്യക്തി എന്ന അഭിപ്രായമല്ല, സംഘടനയ്ക്ക് വേണ്ടിയല്ല. അല്ല, സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടാണ് ഞാൻ പറയുന്നത്.